പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, സൂര്യൻ ഉദിക്കുകയും ലോകം ഉണരുകയും ചെയ്യുമ്പോൾ അങ്ങയെ സ്നേഹിക്കുവാനും സേവിക്കുവാനുമുള്ള അവസരങ്ങളാൽ നിറഞ്ഞ ഒരു പുതിയ ദിനം സമ്മാനിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ 16,000 ആത്മാക്കളെ ക്രൈസ്തവ കുടുംബത്തിലേക്ക് മാമോദീസായിലൂടെ ആനയിച്ച പെനിഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ടിൻ്റെ തിരുനാൾ ഞങ്ങളിന്ന് അനുസ്മരിക്കുമ്പോൾ വിശുദ്ധനെ പോലെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ വിശ്വാസത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും തീക്ഷ്ണതയുടെയും ശക്തി ഞങ്ങളിൽ വന്നു നിറയട്ടെ. അന്ധകാരത്തിലുള്ളവർക്ക് വെളിച്ചവും അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് സമാധാനവും നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കൃപയുടെ ഉപകരണങ്ങളാകട്ടെ. ഞങ്ങളുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ഉദ്ദേശങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ വിശുദ്ധ റെയ്മണ്ടിനെ പോലെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ സങ്കീർത്തകനോട് ചേർന്ന് 96-ാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്. കരുണാമയനായ ദൈവമേ, ഈ ദിവസത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പെനിഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ടിൻ്റെ മാതൃക ഞങ്ങളുടെ ചുവടുകളെ നയിക്കട്ടെ. 10,000-ങ്ങളെ അങ്ങയിലേക്ക് നയിക്കാൻ അദ്ദേഹം അശ്രാന്തമായി പ്രയത്നിച്ചതുപോലെ ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അങ്ങയുടെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാക്ഷികളാകാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ വെല്ലുവിളികളെയും ധൈര്യത്തോടുകൂടെ, എല്ലാ അവസരങ്ങളെയും വിനയത്തോടെ, ഓരോ വ്യക്തിയെയും അനുകമ്പയോടുകൂടെ നേരിടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ജ്ഞാനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അവൻ്റെ ആത്മാവ് നമ്മെ നയിക്കട്ടെ. അവൻ്റെ സമാധാനം എന്നും നമ്മുടെ മേൽ വസിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.